ഹായ് കൂട്ടുകാരെ, നമുക്ക് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇത് പാർട്ട് 1 ആണ്. ആദ്യം പറയുന്നത്, അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. 435 റൺസ് എന്ന് പറയുന്നത് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്കോറാണെന്നാണ് പറഞ്ഞത്. വേറെ പ്രത്യേകിച്ച് അതിനകത്ത് പോയിൻ്റൊന്നുമില്ല കേട്ടോ, അതാണ് വായിക്കാത്തത്. അടുത്ത പോയിൻ്റ്, പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കിയ രാജ്യം ബ്രിട്ടൻ. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിൻ്റെ ചരമവാർഷികത്തോടുള്ള ആദരസൂചകമായിട്ട് 2 പൗണ്ടിൻ്റെ നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സൂക്ക് യോൾ അറസ്റ്റിലായി. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത് അറസ്റ്റിലായ ദക്ഷിണ കൊറിയൻ പ്രസിഡൻ്റാണ് ആര്? യൂൺ സൂക്ക് യോൾ. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ പ്രസിഡൻ്റാണ് യൂൺ സൂക്ക് യോൾ എന്നത് ഓർമ്മിക്കുക. അടുത്തത്, INS സൂററ്റ്, INS നീലഗിരി, പിന്നെ അന്തർവാഹിനിയായ INS വാഗിഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. ചോദിച്ചു കഴിഞ്ഞായിരുന്നു ഈ ക്വസ്റ്റ്യൻ. INS സൂററ്റ്, INS നീലഗിരി, പിന്നെ അന്തർവാഹിനിയായ INS വാഗിഷീർ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തിറങ്ങി. അദ്ദേഹം അന്തരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചതെന്നാണ് 2025 ഏപ്രിൽ 21 അദ്ദേഹം അന്തരിച്ചു. പുതിയ മാർപ്പാപ്പ ആരാണ്? പോപ്പ് ലിയോ 14 എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് റോബർട്ട് പെർവോസ്റ്റ്. പോപ്പ് ലിയോ 14 എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പുതിയ നമ്മുടെ മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിരുന്നു ഹോപ്പ്. അദ്ദേഹം അന്തരിച്ച തീയതി 2025 ഏപ്രിൽ 21. പുതിയ മാർപ്പാപ്പയുടെ പേര് പോപ്പ് ലിയോ 14. ഓക്കെ, ഓർമ്മിക്കണം. ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലായ നാഗ്മാർക്ക് 2ൻ്റെ പരീക്ഷണം വിജയകരമായി. ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലാണെന്ത്? നാഗ്മാർക്ക് 2 എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ പുതിയ ടാങ്ക് വേദ ഗൈഡഡ് മിസൈൽ. ഓക്കെ, നവാബ് സലിമിനെ ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ജോസഫ് ഔൺ നാമനിർദ്ദേശം ചെയ്തു. ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? നവാബ് സലാമാണ് ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രി. പത്മ പുരസ്കാരങ്ങളാണ്. ഇപ്പോൾ എത്ര പേർക്കാണ് പത്മ പുരസ്കാരം മുഴുവനായും കിട്ടിയത്? പത്മ പുരസ്കാരം 139 പേർക്കാണ് പത്മ പുരസ്കാരം കിട്ടിയത്. 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, പിന്നെ 113 പത്മശ്രീ. അങ്ങനെ 139 പത്മ പുരസ്കാരങ്ങളായിരുന്നു 2025 പ്രഖ്യാപിച്ചത്. പത്മവിഭൂഷൺ കിട്ടിയത് ആർക്കാണ്? നമ്മുടെ മലയാളത്തിൽ നിന്നും മരണാനന്തര ബഹുമതിയായിട്ട് MT വാസുദേവൻ നായർ, പിന്നെ ദുവൂർ നാഗേശ്വര റെഡ്ഡി, തെലങ്കാനയിൽ നിന്നുള്ള ദുവൂർ നാഗേശ്വര റെഡ്ഡി. ജസ്റ്റിസ് ജഗദീഷ് സിംഗ് കേഹർ ചണ്ഡീഗഡിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. കുമുദിനി രജനീകാന്ത് ലാക്കിയ വനിതയാണ്. കഥക് നർത്തകിയാണ് കുമുദിനി രജനീകാന്ത് ലാക്കിയ. ഒസാമു സുസൂക്കി, അറിയാമല്ലോ, സുസൂക്കി കാറിൻ്റെയൊക്കെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ജപ്പാനീസാണ്. ശാരദാ സിൻഹ ബീഹാറിൽ നിന്നുള്ള നാടോടി ഗായികയാണ്. എൽ സുബ്രഹ്മണ്യം തമിഴ്നാട്ടിൽ നിന്നുള്ള വയലിനിസ്റ്റാണ്. എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ആർക്കൊക്കെയാണ്? നമ്മുടെ MT വാസുദേവൻ നായർ, ദുവൂർ നാഗേശ്വര റെഡ്ഡി തെലങ്കാന, ജഗദീഷ് സിംഗ് കേഹർ ചണ്ഡീഗഡ് ചീഫ് ജസ്റ്റിസ്, കുമുദിനി രജനീകാന്ത് ലക്കിയ കഥക് നർത്തകി, ഒസാമു സുസൂക്കി ജപ്പാൻ മരണാനന്തര ബഹുമതിയാണ്. ശാരദാ സിൻഹ നാടോടി ഗായികയാണ് ബീഹാറിൽ നിന്നുള്ള. എൽ സുബ്രഹ്മണ്യം വയലിനിസ്റ്റാണ് തമിഴ്നാട് നിന്നുള്ള. എന്നിവർക്കാണ് പത്മവിഭൂഷൺ
ലഭിച്ചത്. ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്, ചലച്ചിത്ര നടി ശോഭന, തമിഴ്നാടൻ അജിത്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവർ ഉൾപ്പെടെ 19 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. 19 പത്മഭൂഷണാണ് ലഭിച്ചത്. നമ്മുടെ PR ശ്രീജേഷിന് ലഭിച്ചത് പത്മഭൂഷണാണ്. പിന്നെ ഹൃദ്രോഗ വിദഗ്ധനായ ജോസ് ചാക്കോ പെരിയപുരമുണ്ട്, മലയാളിയായത്. അങ്ങനെ 19 പേർക്ക് പത്മഭൂഷൺ. പത്മശ്രീ നമ്മുടെ ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെ 113 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. ഇപ്പോൾ 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 113 പത്മശ്രീ, അങ്ങനെ ടോട്ടൽ 139. പ്രേംനസീർ പുരസ്കാരം നേടിയത് നടി ഷീലയാണ്. പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ജഗദീഷ് ശ്രീകുമാറുമാണെന്ന് ഓർമ്മിക്കുക. 2024 മികച്ച 2020 താരമായി ഇന്ത്യയുടെ അർഷദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച് അന്തരിച്ചു. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിൻ്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിൻ്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ SK വസന്തനാണ്. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തൻ. R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയാണ് ഡീപ്സീക്ക്. R1 എന്ന AI മോഡൽ നിർമ്മിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിക്കാം. ചൈനയാണ്. R1 ആരാണ്? ചൈനയാണ്. കമ്പനി ഏതാണ്? ഡീപ്സീക്കാണ്. പ്രമുഖ സിനിമാ സംവിധായകൻ ഷാഫി അന്തരിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയാണ്. വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി ഏകദിന മികച്ച താരം സ്മൃതി മന്ദാനയുമാണ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരനിൽ ഒന്നാമതായത് ഡി ഗുകേഷാണ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരനിൽ ഒന്നാമനാരാണ്? ഡി ഗുകേഷ്. കോലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ Under-19 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായത് വൈഷ്ണവി ശർമ്മ. കോലാലംപൂരിലാണ് വേദി. Under-19 2020 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി കോലാലംപൂർ, മലേഷ്യ. ഇന്ത്യ ആർക്കെതിരെയാണ്? മലേഷ്യക്കെതിരെ തന്നെ നടത്തിയ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളറാണ് വൈഷ്ണവി ശർമ്മ. ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. 50 years of വാങ്കഡെ സ്റ്റേഡിയം എന്നാണ് എഴുതിയത്. അങ്ങനെ ഗിന്നസ് റെക്കോർഡ് ഇട്ടു. ഇതിനായി ഉപയോഗിച്ച പന്തുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 14,505. ഓക്കെ. പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളിയായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റു. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്നു. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി എപ്പോഴും സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് അമേരിക്കയുടെ മാഡിസൺ കെയ്സാണ്. ഫൈനലിൽ ബെലാറസിൻ്റെ ആര്യാന സബലെങ്കയെ പരാജയപ്പെടുത്തി. ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? സ്പേസ് ഡോക്കിംഗ്. ഈ നേട്ടം കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 4ാമത്തെ. ഇതിനു മുൻപേ ഏതൊക്കെ രാജ്യങ്ങൾ? US, റഷ്യ, ചൈന. അതിനുശേഷം നമ്മുടെ ഇന്ത്യയും കൂടെ ഈ നേട്ടം സ്വന്തമാക്കി. ഇന്ത്യ 4ാമത്തെ രാജ്യമാണ്. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ജനുവരി 25-ാം തീയതി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. ഏതൊക്കെയാണ്? ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണലായിരുന്ന ഗീതയെ നിയമിച്ചു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായിട്ട് ആരാണ് വന്നത്? ഗീത. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്
ആദ്യ ശിശുഹൃദയം മാറ്റിവയ്ക്കൽ, ആദ്യ ഹൃദയം ശ്വാസകോശം മാറ്റിവയ്ക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ചു. ഓക്കെ. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നർ. വനിതാ കിരീടം ആർക്കായിരുന്നു? മാഡിസൺ കെയ്സ് ആയിരുന്നു. പിന്നെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പിന്നെ ഡോക്ടർ KM ചെറിയാൻ, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എന്താണ്? രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശുഹൃദയം മാറ്റിവയ്ക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവയ്ക്കൽ എന്നിവ നടത്തി വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ചെയ്ത ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അടുത്തത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിജയകരമായി 100ാം വിക്ഷേപണം നടത്തി ISRO. പിന്നെ 38ാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ആരംഭിച്ചത്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാരാണ്? തെലങ്കാനക്കാരിയായ ജി തൃഷ. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് തെലങ്കാന സ്വദേശിയായ ജി തൃഷ. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിൻ്റെ കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ. ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റാണ് ന്യൂ ഗ്ലെൻ എന്നത് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി ബ്ലൂ ഒറിജിൻ്റെ റോക്കറ്റാണ് ന്യൂ ഗ്ലെൻ. അതിൻ്റെ ആദ്യത്തെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായിരുന്നു. ഓക്കെ, നമുക്ക് കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ബുള്ളറ്റിൻ്റെ മെയ് വരെ ഉള്ളത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ SCERT സോഷ്യൽ സയൻസ്, പുതിയ SCERTയുടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ലാബ് അസിസ്റ്റൻറ്റിന് മുന്നേ ആയിട്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നല്ലോ സെക്രട്ടേറിയറ്റ് OEക്ക്. എല്ലാവർക്കും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നെഗറ്റീവ് വന്നവരാരും വിഷമിക്കേണ്ട. എനിക്കും 69 മാർക്കേ ഉള്ളൂ. നെഗറ്റീവ് വന്നായിരുന്നു. പക്ഷേ നമ്മൾ PSCക്ക് ഇറങ്ങിയവർ ആരും പിന്നോട്ട് പോകണ്ട. നമ്മൾ നേടിയിട്ടേ മാറുന്നുള്ളൂ. ഓക്കെ, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും ലാബ് അസിസ്റ്റൻറ്റിന് മുന്നേ ആയിട്ട് ബുള്ളറ്റിനും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ SCERT കഴിയുന്നത്ര നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.